റീമാൻ ഇൻ്റഗ്രൽസിൻ്റെ 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് ഇൻ്റഗ്രൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇറ്റ് ഈസ് യുണീക്ക്. ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഇൻ്റഗ്രബിൾ ആണോ എന്നുള്ളത് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യും. പക്ഷേ ബൗണ്ടഡ് ഫംഗ്ഷൻ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ, അല്ലെങ്കിൽ ആ ഇൻ്റഗ്രലിന് ഒരു അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും പോസിബിൾ ആണ്. ഇങ്ങനെ 3 പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഇതാണ് പ്രോപ്പർട്ടി. ഇഫ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ, f belongs to R of AB, then the value of the integral is uniquely determined. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇഫ് നോട്ട്, അല്ലെങ്കിൽ ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് ഇൻ്റഗ്രലിന് ദർ ആർ 2 distinct values. Okay, suppose that f is Riemann integrable and integral a to b f is equal to L1 and integral a to b f is equal to L2, where L1 is not equal to L2. ഇങ്ങനെ നമ്മൾ സപ്പോസ് ചെയ്യുന്നു. സോ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. അവസാനം ഏതെങ്കിലും കോൺട്രഡിക്ഷനിലെത്തും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് പോയിട്ട് അവസാനം L1 ഈക്വൽ ടു L2 എന്ന് കിട്ടും. സോ അങ്ങനെയായാലും മതി. ഇഫ് L1 is not equal to L2, then modulus of L1 minus L2 is greater than 0. L1 L2 ഈക്വൽ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്ലിയർലി പോസിറ്റീവ് ക്വാണ്ടിറ്റി. നൗ ടേക്ക് എപ്സിലോൺ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് L1 മൈനസ് L2. സോ L1 മൈനസ് L2ൻ്റെ മോഡുലസിനെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ആ മോഡുലസിനെ നമ്മൾ എപ്സിലോൺ എന്ന് വിളിക്കുകയാണ്. നൗ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫിൻ്റെ എഫ് ഇസ് ഈക്വൽ ടു L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നു, L1 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നമ്മൾ ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. സോ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാണ്. സിൻസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് is equal to L1, ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് there exist, നമുക്കതിനെ ഡെൽറ്റ 1 എന്ന് വിളിക്കാം, such that for any tagged partition P of closed interval AB with norm P less than delta 1, we get modulus of Riemann sum of F over P മൈനസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ L1 എന്നല്ലേ വിളിച്ചത്, L1 ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഞാൻ എപ്സിലോൺ ബൈ 2 എന്ന് എടുക്കുകയാണ്. നമുക്ക് ഇതേപോലെ L2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ L2 എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഏതായാലും 1 എന്ന് വിളിക്കുന്നു. നൗ സിൻസ് അഗെയിൻ എപ്സിലോൺ ബൈ 2, നമ്മൾ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ എപ്സിലോൺ ബൈ 2ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ എന്ന് വിളിക്കാം. പക്ഷേ ഈ 2 കണ്ടീഷനും ദിസ് ഇസ് ട്രൂ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, അഗൈൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ 2 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ നോം ലെസ് ദാൻ ഡെൽറ്റ 1 ആയിട്ടുള്ള ടാഗ്ഡ് പാർട്ടീഷൻസിൻ്റെ കേസിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യും
ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും മിനിമം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എടുക്കുകയാണ്. ടേക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1, ഡെൽറ്റ 2. So, norm P less than delta implies norm P less than delta 1 and norm P less than delta 2. അപ്പോൾ ഏതെങ്കിലും ഒരു ടാഗ്ഡ് പാർട്ടീഷൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ തീർച്ചയായും ആ ടാഗ്ഡ് പാർട്ടീഷൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ 1 ആയിരിക്കും. ആ ടാഗ്ഡ് പാർട്ടീഷൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ 2 ആയിരിക്കും. ആ കേസിൽ ആ ടാഗ്ഡ് പാർട്ടീഷൻ്റെ കേസിൽ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യും. സോ ഫോർ എനി tagged partition P of closed interval AB with norm P less than delta 1 and 2 holds. അപ്പോൾ നമുക്കിത് രണ്ടും ഉപയോഗിക്കണം. Now ഞാൻ മോഡുലസ് ഓഫ് L1 മൈനസ് L2 തുടങ്ങുകയാണ്. മോഡുലസ് ഓഫ് L1 മൈനസ് L2. മോഡുലസ് ഓഫ് L1 മൈനസ് L2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് L1 മൈനസ് Riemann sum of F of P പ്ലസ് Riemann sum of F of P മൈനസ് L2. അപ്പോൾ ഞാൻ Riemann sum of F of P ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ഇനി മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ദിസ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് L1 മൈനസ് Riemann sum of F of P പ്ലസ് Riemann sum of F of P മൈനസ് L2 എന്ന് വരും. ഈ പിയുടെ നോം ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ പിയുടെ നോം ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്. ആ കേസിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഇസ് ലെസ് ദാൻ ε/2 വരും. ആൻഡ് പിയുടെ നോം ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ പിയുടെ നോം ലെസ് ദാൻ ഡെൽറ്റ 2 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഇസ് ലെസ് ദാൻ ε/2 ആയി. സോ ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. കാരണം മോഡുലസ് ഓഫ് L1 മൈനസ് L2 ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മോഡുലസ് ഓഫ് L1 മൈനസ് L2 ഇസ് ഈക്വൽ ടു എപ്സിലോൺ എന്നാണ്. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Therefore, L1 equal to L2. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം നമ്മൾ L1 നോട്ട് ഈക്വൽ ടു L2 എന്ന് എടുത്ത് പോകുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇഫ് എഫ് ഇസ് റീമാൻ ഇൻറ്റഗ്രബിൾ ദെൻ എഫ് ഇസ് ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അത് ബൗണ്ടഡ്നെസ് പ്രോപ്പർട്ടി എന്നും പറയും. റീമാൻ ഇൻറ്റഗ്രബിൾ ഫങ്ഷൻസ് ഒക്കെയും ബൗണ്ടഡ് ആയിരിക്കും. അഗെയിൻ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സപ്പോസ് എഫ് ഇസ് റീമാൻ ഇൻറ്റഗ്രബിൾ ബട്ട് എഫ് ഇസ് നോട്ട് ബൗണ്ടഡ്. If possible, suppose that f is Riemann integrable but unbounded. Now, Riemann integrable ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമുക്കറിയാം. അറിയാവുന്ന കണ്ടീഷൻസ് ആണ്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ സച്ച് ദാറ്റ് എക്സെട്ര എക്സെട്ര. അപ്പോൾ ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ എപ്സിലോൺ എടുക്കുകയാണ്. For epsilon is equal to 1, there exists delta greater than 0 such that for any tagged partition with norm P less than delta, we get Riemann sum corresponding to P minus integral a to b f is less than 1. നമുക്ക് ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫിനെ എൽ എന്ന് പേര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there exists delta greater than 0 and L belongs to R is that. അങ്ങനെ തന്നെ ഞാൻ മാറ്റി എഴുതാണ്. And L belongs to R such that for any tagged partition P with norm P less than delta we get. ഇത് ഞാനിവിടെ L എന്നാക്കുകയാണ്. മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി is less than or equal to modulus of
എ മൈനസ് ബി. സോ ഇത് ബി അല്ല, നമുക്കിവിടെ എൽ ആണ്. തൊട്ട് വേണത്ത കണ്ടീഷൻ വെച്ച് ദിസ് ഇസ് ലെസ് ദാൻ 1. സോ ദിസ് ഇസ് ലെസ് ദാൻ 1 എന്ന് വരും. ദെർഫോർ റീമാൻ സം ൻ്റെ മോഡുലസ് ഇസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എൽ എന്ന് വരും. ഇത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 കറസ്പോണ്ട് ചെയ്യുമെന്നൊന്ന് ശ്രദ്ധിക്കുക. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡെൽറ്റ കാണാൻ പറ്റും. ഇങ്ങനെ കണ്ടീഷൻസ് വരും. ഇവിടെ എപ്സിലോൺ 1 ആവുന്ന കേസിൽ നമുക്കൊരു ഡെൽറ്റ കാണാൻ പറ്റും. ഏത് ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് റീമാൻ സം ൻ്റെ വാല്യൂ 1 പ്ലസ് മോഡലിനേക്കാൾ ചെറുതായിട്ട് വരും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്നും കൂടെ ഞാൻ ഇവിടെ മാറ്റി എഴുതാണ്. മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബിയുടെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്നാണ്. അഗൈൻ ഈ മോഡുലസ് ഏതാണ് വലുത് എന്നുള്ളതിനനുസരിച്ച്, എന്നാൽ പോലും ആ മോഡുലസിനെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് മൈനസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇസ് ലെസ് ദാൻ മോഡ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ പ്ലസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്തതാണ്. സോ നമുക്ക് റീമാൻ സം കറസ്പോണ്ടിങ് ടു any tagged partition P with norm P less than delta is less than 1 plus model. നമുക്ക് വേണ്ട ഇവിടെ ഒരു കോൺട്രഡിക്ഷനാണ്. എഫ് അൺബൗണ്ടഡ് ആവുന്ന കേസിൽ നമ്മൾ ആ കോൺട്രഡിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ ടാഗ്ഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്യും വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ. പക്ഷേ അതിന് കറസ്പോണ്ടിങ് റീമാൻ സമ്മിൻ്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് മോഡൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ശരി, ഞാൻ പറഞ്ഞൊരു പർട്ടിക്കുലർ പാർട്ടീഷൻ തേടി പോവാണ്. നൗ കൺസിഡർ പാർട്ടീഷൻ ക്യൂ ഇസ് ഈക്വൽ ടു x0 x1 എക്സെട്ര xn. അതിൽ x0 എന്നുള്ളത് എ ആണ്. നമ്മൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, പാർട്ടീഷൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ബി ആൻഡ് വിത്ത് നോം ക്യൂ ഇസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. സിൻസ് എഫ് ഇസ് അൺബൗണ്ടഡ്, it is unbounded in at least one subinterval. Say xk minus 1 xk. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള പോയിന്റ്. നമ്മൾ ക്ലോസ് ഇൻ്റർവൽ എ ബിനെ പാർട്ടീഷൻ ചെയ്യുന്നു. ക്ലോസ് ഇൻ്റർവൽ എ ബി. അപ്പോൾ ഇതിനെ പല സബ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എഫ് നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത് അൺബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് അൺബൗണ്ടഡ് ആവുക. അത് ഇൻഫിനിറ്റിലോട് പോകണം ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ഈ ക്ലോസ് ഇൻ്റർവൽ എ ബിനെ നമ്മൾ പല ഇൻ്റർവലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഷുവറാണ് ഇത് ഇങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല. പല സ്ഥലത്തും അൺബൗണ്ടഡ് ആവാം. ഏതെങ്കിലും ഒരു സബ് ഇൻ്റർവലെങ്കിലും ഉണ്ടാവും അവിടെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് അൺബൗണ്ടഡ്. ആ സബ് ഇൻ്റർവലിനെ നമ്മൾ xk-1 xk എന്ന് വിളിക്കാം. Now take Ti is equal to xi for I naught is equal to k. നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി ടാഗിങ് കൊടുക്കണം. ആ ടാഗിങ് എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിലെ ടാഗിങ് ഈ പോയിന്റ് എടുക്കുക, ആൻഡ് സെക്കൻഡ് ഇൻ്റർവെല്ലിലെ ടാഗിങ് ഈ പോയിന്റ് എടുക്കുക. അതായത് എൻ പോയിന്റ് എടുക്കുക, സെക്കൻഡ് എൻ പോയിന്റ്. അതായത് x0 x1 x1 is T1 ആൻഡ് T2 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ T2 എന്ന് പറയുന്നത് ഏതായിട്ട് തന്നെ എടുക്കുക, x2 ആയിട്ട് എടുക്കുക. അപ്പോൾ സെക്കൻഡ് എൻ പോയിൻ്റ് ആയിട്ടാണ് ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ ടാഗിങ് എടുക്കുന്നത്, എക്സെപ്റ്റ് ഫോർ വൺ ഇൻ്റർവെൽ ദാറ്റ് ഈസ് xk-1 xk. ആ ഒരു ഇൻ്റർവെൽ ഒഴികെ ബാക്കി എല്ലാത്തിലും നമ്മൾ സെക്കൻഡ് എൻ പോയിൻറ്റിനെ Ti ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഇനി ഒരു ടാഗിങ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അത് xk-1 xkയിലെ ടാഗിങ്ങാണ്.
ആൻഡ് ടി കെ അതൊരു പ്രത്യേക രീതിയിലാണ് എടുക്കുന്നത് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1 is greater than 1 plus model plus modulus of sigma f of ti into xi minus 1 where ഇവിടെ summation over I not is equal to k. അപ്പോൾ ഈ ഒരു കേസ് മാത്രമാണ് ഓർത്ത് വെക്കേണ്ടതുള്ളൂ. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പാർട്ടീഷൻ തേടി പോവുകയാണ്, അതിന് കറസ്പോണ്ടിങ് റീമാൻ സമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡൽ വരണം. ആ രീതിയിലുള്ള പാർട്ടീഷൻ തേടി പോവുകയാണ്. വെറുതെ നമ്മളൊരു പാർട്ടീഷൻ കൺസിഡർ ചെയ്തു, നോം ലെസ് ദാൻ ഡെൽറ്റ ആണ്. പക്ഷേ ആ ടാഗിങ് എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ആദ്യത്തെ ഇൻ്റർവെൽ എൻ പോയിൻറ്റ്, രണ്ടാമത്തെ ഇൻ്റർവെൽ എൻ പോയിൻറ്റ്, ഇങ്ങനെ പോയിട്ട് എക്സ് കെ മൈനസ് 1 എക്സ് കെയിൽ മാത്രം എടുക്കുന്ന ടാഗിങ്. കാരണം ഇവിടെയാണ് അൺബൗണ്ടഡ്. അവിടെ എടുക്കുന്ന ടി കെയുടെ വാല്യൂ ഒരു പ്രത്യേകത ഉണ്ട്. എഫ് ഓഫ് ടി കെ, എഫ് ഓഫ് ടി കെ നമുക്ക് എത്ര വേണമെങ്കിലും വലുതെടുക്കാം, കാരണം അവിടെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. സോ എഫ് ഓഫ് ടി കെ ഏത് രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടി കെ നമ്മൾ ഏത് രീതിയിൽ ചൂസ് ചെയ്യുന്നു, ഇതിലൊരു പോയിൻ്റാണ് ടി കെ ഇൻ സച്ച് എ വേ ദാറ്റ് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1, അതായത് ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻറ്റു ഈ ലെങ്ത്ത്, അതിൻ്റെ മോഡുലസ് ഇസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് മോഡൽ, ഇവിടെ പറഞ്ഞ 1 പ്ലസ് മോഡൽ പ്ലസ് ദ സമേഷൻ, ഏതാ ഈ സമേഷൻ, സിഗ്മ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1. അതായത് ബാക്കിയുള്ള ഇൻ്റർവെൽസിലൊക്കെയും ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് ടാഗിങ്ങിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻറ്റു ഈ ലെങ്ത്, അതായത് പിന്നെ രണ്ടാമത്തെ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ ടാഗിങ്ങിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻറ്റു ഈ ലെങ്ത്, ആ സമ്മേഷൻ ഫോർ ഓൾ ഐ നോട്ട് ഈക്വൽ ടു കെ, അതായത് ബാക്കിയുള്ള ഓരോ ഇൻ്റർവെല്ലിലെയും ആ വാല്യൂവിനേക്കാൾ ഒക്കെയും, ആ സമ്മേഷനേക്കാൾ ഒക്കെയും വലുതായിട്ട് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1 വരുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് പോസിബിൾ ആണ്, കാരണം ഇവിടെ ഫംഗ്ഷൻ ഏതാണ്, അൺബൗണ്ടഡ് ആണ്. Then നമ്മൾ ഈ ടാഗ്ഡ് പാർട്ടീഷൻ ക്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞ ഏത് ടാഗ്ഡ് പാർട്ടീഷനും റീമാൻ സമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 പ്ലസ് മോഡൽ ആയിരിക്കും എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടാഗ്ഡ് പാർട്ടീഷൻ ക്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും Riemann sum of f over q is equal to sigma. അതിൻ്റെ മോഡുലസ് ആയാണ് നോക്കുന്നത്, കാരണം നമുക്ക് മോഡുലസ് ആണല്ലോ വേണ്ടത്. സിഗ്മ i is equal to 1 to n f of ti into xi minus 1. പക്ഷെ അതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1 plus sigma I not is equal to k f of ti into xi minus 1 modulus. ഇപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഈ ഇൻ്റർവെല്ലിലെ കറസ്പോണ്ടിങ് ആ ഫംഗ്ഷൻ്റെ വാല്യൂ, ടാഗ്ഡ് വാല്യൂവിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻറ്റു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്, അതൊരെണ്ണം. ബാക്കി ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച്. നൗ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a plus b ആണ്. മോഡുലസ് ഓഫ് a plus b is greater than or equal to mod a minus mod b. Mod a minus mod b is less than or equal to modulus of a minus b ആണ്. ഇതിലും വലുതാണ് ഏത്, മോഡുലസ് ഓഫ് a plus b. അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ദിസ് ഇസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് a plus b. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. മോഡ് a മൈനസ് മോഡ് b ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a plus b. നൗ ഇത്രയും നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? that is greater than, so this is greater than 1 plus model plus sigma I not is equal to k
f of ti into xi minus 1 into modulus. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. ദ സെയിം സാധനമാണ് എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi minus 1 മോഡുലസ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് മോഡൽ. കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത്? കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം നമ്മൾ സപ്പോസ് ചെയ്തു എഫ് ഇസ് അൺബൗണ്ടഡ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ഡെൽറ്റ കിട്ടും. ആൻഡ് എ റിയൽ നമ്പർ L such that for any tagged partition P with norm P less than delta, corresponding Riemann sum minus L less than 1 ആവും. ആൻഡ് ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് Riemann sum ലെസ് ദാൻ 1 പ്ലസ് മോഡൽ എന്ന് കിട്ടും ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ P with norm P less than delta. പക്ഷെ നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത് ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യും, അതിന് കറസ്പോണ്ടിങ് Riemann sum ഗ്രേറ്റർ ദാൻ 1 പ്ലസ് മോഡലാണെന്ന രീതിയിൽ. ആ ടാഗ്ഡ് പാർട്ടീഷനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുകയാണ്. സോ ക്യൂ ഒരു പാർട്ടീഷൻ ഞാൻ കൺസിഡർ ചെയ്തു. പക്ഷേ നമുക്കിവിടെ അപ്ലൈ ചെയ്യണം എഫ് അൺബൗണ്ടഡ് ആണ്. എഫ് അൺബൗണ്ടഡ് ആണെങ്കിൽ ഈ പാർട്ടീഷൻ്റെ അകത്ത് ഒരു ഇൻ്റർവെല്ലെങ്കിലും ഉണ്ടാവും, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ അൺബൗണ്ടഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻ്റർവെല്ലായിട്ട് നമ്മൾ xk-1 xk ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ടാഗിങ് ഒരു പ്രത്യേക രീതിയിൽ എടുക്കുകയാണ്. ബാക്കിയുള്ള പോയിൻറ്റ്സിൽ ബാക്കിയുള്ള ഇൻ്റർവെൽസിൽ ഏത് ടാഗിങ് എടുത്താലും കുഴപ്പമില്ല. എന്നാൽ പോലും നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിൽ സെക്കൻഡ് എൻഡ് പോയിൻ്റ് ആയിട്ട് ടാഗിങ് കൺസിഡർ ചെയ്യുന്നു ഈ ഇൻ്റർവെൽ ഒഴിച്ച്. ആ ഇൻ്റർവെല്ലിൽ ടാഗിങ് tk choose ചെയ്യുന്നു in such a way that the either is greater than 1 plus model plus the other sum. Other sum എന്ന് പറഞ്ഞാൽ sum in all the other intervals. Then for this q with the tagging ti corresponding Riemann sum നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് മോഡൽ. സോ അതാണ് ഇവിടെ ക്യൂ എന്ന് കൊണ്ടുവരുന്നത്. ക്യൂ ഇസ് എ പെർട്ടിക്കുലർ ടാഗ്ഡ് പാർട്ടീഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, ബൗണ്ടഡ്നെസ് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. നോക്കാം മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇഫ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം for all x belongs to closed interval ab, the integralൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ. സോ ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയതുകൊണ്ട് ഞാൻ ആദ്യം അതങ്ങ് പ്രൂവ് ചെയ്യട്ടെ. പ്രൂഫിൽ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. xi minus 1 xi ti I is equal to 1 to n with norm p less than delta. എന്താ Riemann sum വരിക? f of p is equal to sigma f of ti into xi minus 1 ആണ്. And I is equal to 1 to n. Now ഇവിടെ f of x ൻ്റെ maximum value is m. So this is less than or equal to ഈ എഫ് ഓഫ് ടി ഐകളെയൊക്കെ നമ്മൾ എം വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു സിഗ്മ xi minus 1 എന്ന് വരും. I is equal to 1 to n. ഈ സം നമ്മൾ കുറേ കേസിൽ ഡീൽ ചെയ്തതാണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ xn മൈനസ് എക്സ് നോട്ട് എന്ന് വരിക. xn എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ആവും, x നോട്ട് എ വരും. So this is less than or equal to m into b minus a. സോ ഏത് ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ എടുത്താലും അല്ലെങ്കിൽ ഏത് ടാഗ്ഡ് പാർട്ടീഷൻ്റെ കേസിലും ഇവിടെ റീമാൻ സമ്മിൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ എന്നാണ് വരിക. ഇനി നമുക്കാകെ പറയേണ്ടത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ എന്നാണ്. സെൻസ് എഫ് ഇസ് Riemann integrable for epsilon greater than 0. നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. For epsilon greater than 0 there exists delta greater than 0 such that for any tagged partition p with norm p less than delta, ഏത് ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ എടുത്താലും Riemann sum minus
L അല്ലെങ്കിൽ integral a to b f is less than epsilon. ഇതിലോട്ടാണ് വേണ്ടത്. ഞാൻ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. We have, ഞാൻ വീണ്ടും നേരത്തെ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്, മോഡുലസിൻ്റെ പ്രോപ്പർട്ടി. We have integral a to b f in the modulus minus Riemann sum in the modulus is less than or equal to modulus of integral f minus Riemann sum എന്ന് വരും. ഇത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഓർഡർ എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് ഓക്കെയാണ്. ആൻഡ് ഇതിൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. സോ ഇന്റഗ്രൽ എ ടു ബി എഫിൻ്റെ മോഡുലസ് ഇസ് ലെസ് ദാൻ Riemann sumമിൻ്റെ മോഡുലസ് പ്ലസ് എപ്സിലോൺ വരും. നോ ഏത് ടാഗ്ഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും Riemann sumമിൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോ ദിസ് ഇസ് ക്ലിയർലി ലെസ് ദാൻ എം ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എപ്സിലോൺ വരും. നോ എപ്സിലോൺ ഇസ് ആർബിട്രറി, കാരണം ഏത് എപ്സിലോൺ കറസ്പോണ്ടിങ് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സിൻസ് എപ്സിലോൺ ഇസ് ആർബിട്രറി, എപ്സിലോൺ ആർബിട്രറി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എത്ര തന്നെ ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, എം ബി മൈനസ് എ അതൊക്കെയും ഈ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല, പാർട്ടീഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എം മാക്സിമം വാല്യൂ, ബി മൈനസ് എ എൻ പോയിൻറ്റ്സ് ആണ്, പ്ലസ് എപ്സിലോൺ. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് പ്ലസ് എപ്സിലോൺ. എപ്സിലോൺ എത്ര തന്നെ ചെറുതായാലും എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാവുന്നത് ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റിക്കും ദിസ് റിസൾട്ട് ഇസ് ട്രൂ. ഏത് പോസിറ്റീവ് എപ്സിലോണിനേക്കാളും എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫിൻ്റെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ. പ്രൂഫായി. ഒന്നും കൂടെ ജനറലൈസ് ചെയ്യാം. കാരണം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവുന്ന സമയത്ത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എം ഇൻറ്റു ബി മൈനസിനേക്കാൾ ചെറുതാണ്. അതിനെ ജനറലായിട്ട് ഇങ്ങനെയും പറയാറുണ്ട്, എഫിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം. അതായത് എഫിൻ്റെ ഇൻഫിമവും സുപ്രീമവും സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ എം ഇൻറ്റു ബി മൈനസ് എ ആൻഡ് സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ അത് ഇതേപോലെ തന്നെ Riemann sumമിൻ്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എഫ് ഓഫ് ടി ഐയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം ആണെങ്കിൽ ഇവിടെയും സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എൻ്റെയും ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എൻ്റെ ഇടയിലായിരിക്കും ഈ Riemann sum വരിക. ഓക്കെ, അപ്പോൾ 3 പ്രോപ്പർട്ടീസായി. അടുത്ത പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ